ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ചിലപ്പോൾ നീണ്ടുപോയില്ലെന്നുണ്ടെങ്കിലും ഞാൻ തിലകനെ ഞാൻ പുനർജനിപ്പിക്കും. ഷമ്മി തിലകനിലൂടെയല്ല, മരിച്ചുപോയ തിലകനെ ഞാൻ കൊണ്ടുവരും. ഓർത്തു, ഞാൻ പറയല്ലോ, എൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാണ് ഞാൻ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തണലിൽ നിന്നാൽ മതി, കറപുരണ്ടവരും സച്ചിയുടെ ഡ്രീം പ്രൊജക്റ്റും കൂടെ ആയിരുന്നല്ലോ. അവർക്ക് അണ്ണാൻ കുഞ്ഞിനും തന്നാലാവുന്നത് എന്നുള്ള തരത്തിൽ അവർ ആ രീതിയിൽ അവരെല്ലാവരും കൂടി ചേർന്ന് ആ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. അവന് രണ്ടാം കുഞ്ഞാണ് ആര്, ജയൻ നമ്പ്യാർ. സച്ചിയാണ്. ഇപ്പം തിലകനാണ്. തിലകനൊരു തുറന്ന പുസ്തകം തന്നെയാണ്. പക്ഷേ ഈ ഒരു സൈഡ് സംഭവമുണ്ട്, അത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ചില ആളുകളോടുള്ള ഒരു ഇഷ്ടക്കേട് കൊണ്ടോ അല്ലെങ്കിൽ അവരോടുള്ള വിരോധം നിമിത്തമോ ഒരു നല്ല ഒരു കൂട്ടായ പ്രവർത്തനത്തിനെ ഇടിച്ചു കാണിക്കേണ്ട കാര്യമുണ്ടോ? കംപ്ലീറ്റ് ചീറ്റിംഗ് ആണ് സിനിമ എന്ന് പറയുന്നത്. ഭരത് ആദ്യം എത്തിച്ച മലയാളിയായി അല്ല, ഭരതമുനിതൻ പ്രതിച്ഛായ തോന്നിച്ച്. മറ്റൊരാൾക്ക് വേണ്ടി ഡബ്ബൊക്കെ ചെയ്യുമ്പോഴേ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് പേഴ്സണൽ ഫേവറേറ്റുകളുണ്ടോ അതിനകത്ത്? താഴ്വാരം. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു ഉടക്കി പോയതൊക്കെയാണ്. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ കുറച്ച് കഴിഞ്ഞ് പടം നോക്കി കഴിഞ്ഞാൽ കണ്ട് ഞാനങ്ങ് എഴുന്നേറ്റ്. ആ രീതിയിൽ അത്ര ബ്യൂട്ടിഫുൾ. പൃഥ്വിരാജ് എന്ന നടനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ ഡേറ്റുകൾ ഇപ്പോൾ ഓൾറെഡി പോയിരിക്കുന്നതാണ് കേൾക്കുന്നത്. പൃഥ്വിരാജ് എന്ന വ്യക്തിയെ നമുക്ക് സമൂഹം വെറുതെ അത് നോക്കേണ്ട കാര്യമില്ല. പൃഥ്വിരാജ് ആ ഒരു ബൗണ്ടറി ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരിതാണ്. നടൻ മാത്രമല്ല, അദ്ദേഹം ശരിക്കും ഹ്യൂമർ ചെയ്യുമ്പോൾ പേഴ്സണലി എങ്ങനെയാ അതിനോട്? നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല സംഗീതബോധമുള്ള ഒരു ജെനുവിനായ ഒരു പോലീസ് ഓഫീസർ. അയാൾക്കുള്ള ഏക ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ ഒരു അതാണ് ആ ചിരി വന്നില്ലേ, അതല്ലേ കോമഡി. ഞാൻ സജസ്റ്റ് ചെയ്ത സുരാജ് വെഞ്ഞാറമൂടിനെയാണ്. യെസ്, അല്പം തിലകൻ വൈബിലാണ് അത് വേണ്ടത്. എന്നാൽ തിലകനാകാനും പാടില്ല. അതിനോട് നീതി പുലർത്തേണ്ട ഉത്തരവാദിത്തം മാത്രമേ എനിക്കുള്ളൂ. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. വിലായത്ത് ബുദ്ധ ബുക്ക് വായിച്ചവർക്കും സിനിമ കണ്ടവർക്കും ഭാസ്കരൻ മാഷിനെ മറക്കാൻ ഒരു സാധ്യതയില്ല. അത് മനോഹരമായി തന്നെ സ്ക്രീനിലേക്ക് ഷമ്മി തിലകൻ എന്ന നടൻ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഷമ്മി തിലകനാണ് നമ്മളോട്. നമസ്കാരം. ഈ ബുക്ക് വായിക്കുമ്പോൾ മലയാളികൾക്ക് പല ലെവലിലുള്ള ഇമാജിനേഷൻ ഭാസ്കരൻ മാഷിനെ കുറിച്ചുണ്ട്. ഷമ്മി ചേട്ടന് ഫസ്റ്റ് മനസ്സിൽ വന്നത് എന്തായിരുന്നു ബുക്ക് വായിച്ചപ്പോഴത്തേക്ക്? അല്ല, ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല. ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പുസ്തക പരിചയം എന്ന് പറഞ്ഞ യൂട്യൂബിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അങ്ങനെ കുറച്ച് വ്ളോഗ്സ് അതിനെക്കുറിച്ചുണ്ട്. അത് ഈ പടത്തെക്കുറിച്ച് കുറേ, പടത്തില്ല, ഈ നോവലിനെ കുറിച്ച് കുറേ അധികം പുസ്തക പരിചയം എന്നുള്ളത്, ആ രീതിയിൽ കുറേ അധികം യൂട്യൂബ് വീഡിയോസ് അതിനകത്തുണ്ട്. അത് ഞാൻ ഈ സിനിമയ്ക്ക് എന്നെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു പ്രാവശ്യം മറ്റ് കേട്ടിട്ടുണ്ടത്. എനിക്ക് അന്നേരം ആ കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പക്ഷേ ഇത് സിനിമയാകുമെന്നുള്ളത് അന്നൊന്നും അറിയില്ല. അതിന് ശേഷം സിനിമയാണെന്ന് അനൗൺസ് ചെയ്തപ്പോൾ എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്ന ഒരു സംഭവം തന്നെയാണ്. അതിനുശേഷം അതിനുശേഷം അന്ന് വായിക്കണം, ബുക്ക് വാങ്ങിച്ചതൊന്ന് വായിക്കണം, നോവലൊന്ന് എൻജോയ് ചെയ്യണം എന്നുള്ളൊരു തോന്നലേ. കാര്യം സിനിമയാക്കാനാണ്. അതും സച്ചിയെ പോലെ ഒരാൾ അതിനുവേണ്ടി ഒരു ട്രൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമുക്കൊരു കൗതുകം ഉണ്ടല്ലോ, നമുക്കൊന്നും ഇഷ്ടമുള്ള ഒരാളാണല്ലോ. അപ്പോൾ അദ്ദേഹം അതെങ്ങനെയാണ്, എന്താണ് എങ്കിലും ഈ നോവലിനകത്തെ എന്താണെന്ന് അറിയാനുള്ളൊരു ത്വര എനിക്കുണ്ടായിരുന്നു. അത് സത്യമാണ്. അത് പക്ഷേ സമയം കിട്ടാത്തതിൻ്റെ പല കാര്യങ്ങൾ കൊണ്ട് പിന്നെ ആ ബുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ക്യാരക്ടറിനായിട്ട് എന്നെ സമീപിക്കുന്നു. അന്നേരം ഞാൻ ആലോചിച്ചു ബുക്ക് വാങ്ങിച്ചാൽ, കാര്യം ഈ ഒരു നോവൽ എന്ന് പറയുന്ന അത് ഒന്നാമത്തെ കാര്യം, ഈ നോവൽ എഴുതിയേക്കുന്ന ആൾ തന്നെയാണ് ഈ തിരക്കഥ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം മറ്റൊരാളും കൂടെ ചേർന്ന്. അപ്പോൾ അവർ ടീമുമാണ്. അത് ആ രീതിയിലാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നോവൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, വായിക്കാനായിട്ടുള്ള ഒരു ഇതാണ്, ടെക്സ്റ്റാണല്ലോ. അതാണ് അതെന്ന് പറഞ്ഞാൽ വായനക്കാരന് ഏത് രീതിയിൽ വേണമെങ്കിലും അവൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ആ നോവലിനെ എങ്ങനെയും കൊണ്ടുപോകാം. അത് അപ്പോൾ ഓരോ വായനക്കാരൻ്റെ ഉള്ളിലും ഓരോ തരത്തിലുള്ള വിലായത്ത് ബുദ്ധികളാണ് ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ വായിക്കുന്നത് പോലെയല്ല നീ വായിക്കുന്നത്, ഇല്ലേ? അങ്ങനെ ഓരോരോ ഒരു വിഷ്വൽസാണ് നമുക്കുണ്ടാകുന്നത്. കഥാപാത്രങ്ങളും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന സച്ചി അല്ലെങ്കിൽ ജയൻ അല്ലെങ്കിൽ പൃഥ്വിരാജ് ഇവരൊക്കെ ഇത് വായിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ തോന്നിയ ഒരു വിലായത്ത് ബുദ്ധ എന്ന സിനിമയിൽ ഈ പറയുന്ന ഇവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കുമല്ലോ എൻ്റെ അടുത്തേക്ക് ഈ ക്യാരക്ടറായിട്ട് വന്നിരിക്കുന്നത്. അല്ല, ഇവരൊരു കൂട്ടായ്മയാണ്, അതിൻ്റെ ഒരു ടീമാണത്. അത് തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയാണ് അവർ എന്നിലേക്ക് വരുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിൽ ആക്ച്വലി അത് പൃഥ്വിരാജ് ഒരു തിയേറ്റർ വിസിറ്റിലോ മറ്റോ അങ്ങനത്തെ ഒരു ഫംഗ്ഷനിൽ വ്യക്തമായിട്ട് പറയുണ്ടായിരുന്നു, ഒരു 25 വർഷം മുമ്പായിരുന്നു ഈ സിനിമ ചെയ്തിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും
ആ ക്യാരക്ടർ ചെയ്യുന്നത് തിലകൻ അങ്കിളായിരിക്കും എന്ന് പറഞ്ഞു. കാര്യം തിലകൻ അങ്കിളിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യമൊക്കെ അതിനകത്തുണ്ട്. എന്താണ് തിലകൻ അങ്കിൾ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അതൊക്കെ വെച്ചിട്ട് അദ്ദേഹം നല്ലൊരു ഡയറക്ടറാണ്. നന്നായിട്ട് ഇതിനെ നല്ല ഈ കഥകളെയൊക്കെ സമീപിക്കാനായിട്ട് നല്ല കഴിവുള്ള ഒരാളാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പൃഥ്വിരാജിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറും കൂടിയാണ് ഈ പറയുന്ന ഈ ജയൻ നമ്പ്യാരുന്നത്. അപ്പോൾ ഇവർ അതിൻ്റെ കൂടെ പൃഥ്വിരാജ് വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന വളരെ ഒരു അങ്ങനെയുള്ള ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സച്ചി. ഈ സച്ചിയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ് ജയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ഒരു 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 കെട്ടുപണഞ്ഞ് കിടക്കുന്ന ഒരു ഇതിൽ കാര്യം അവിടെ സച്ചിയുടെ പ്രസൻസ് അദ്ദേഹത്തിൻ്റെ ആബ്സെൻസിലും ഉണ്ട്. അപ്പോൾ സച്ചി ഇവരെ കൊണ്ട് ഒരുപക്ഷെ സച്ചിയുടെ ഡ്രീം പ്രൊജക്റ്റും കൂടെ ആയിരുന്നത്. ഇവർ അവർക്ക് അണ്ണാൻ കുഞ്ഞിനും തന്നാലാവുന്നത് എന്നുള്ള തരത്തിൽ അവർ ആ രീതിയിൽ അവരെല്ലാവരും കൂടി ചേർന്ന് ആ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ എന്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ടീമിലുള്ള ഒരാളല്ല എങ്കിലും ഈ നോവലിനെ കുറിച്ചും ഈ സിനിമയെ എന്താണ് തിരക്കഥ വായിച്ചപ്പോഴുമൊക്കെ എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള, ഞാൻ പറയല്ലോ എൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാണ് ഞാൻ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അതുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ പോട്ടെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ ആ സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാനും ഇത് പറഞ്ഞ എന്താണ്, ഈ സിനിമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതെനിക്കും വളരെ ഒരു ബ്രേക്കാണ്. അതുപോലെ തന്നെ ആ സിനിമ അതിൻ്റെ എന്താണ് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മൂവി. അപ്പോൾ അദ്ദേഹത്തിനും അതൊരു വളരെ ഒരു ആദ്യത്തെ പടത്തിൽ തന്നെ ഒരു കിടു സാധനം അങ്ങോട്ട് ചെയ്തു എന്നുള്ള ഒരു അതെല്ലാം മനുഷ്യരുടെ എന്താണ് ആഗ്രഹങ്ങൾ, എന്താണ് ഒരു പക്ഷേ നമ്മൾ പറയല്ലോ കൊതിച്ച് ചെയ്യാന്ന് പറയുന്നത്, അങ്ങനെ ചെയ്ത ഒരു വർക്കാണത്. മനസ്സിലായില്ലേ? പ്രൊഡ്യൂസർ എന്ന് പറയുന്ന സംഭവം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പടത്തിൻ്റെ ഷൂട്ടിങ്ങും ഡബ്ബിങ്ങും ഒക്കെ തീരുന്നത് വരെ ഞങ്ങളാരും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. ഞങ്ങൾ അങ്ങനെ അത്ര അർപ്പണബോധത്തോടു കൂടി അതിനകത്ത് ഓരോ പ്രൊഡക്ഷനിൽ ടീ കൊണ്ടുത്തരുന്ന പയ്യന്മാർ പോലും ചെയ്ത ഒരു പ്രോജക്റ്റാണത്. അതിനെ ഈ പറയുന്നത് പോലെ ആളുകളത് എന്താണ് നമുക്ക് എല്ലാം ഞാൻ പറഞ്ഞില്ലേ, അണ്ണാ കുഞ്ഞിനും തന്നാലായതെന്ന രീതിയിൽ തന്നെയാണ് നമ്മളതിനെ കാണേണ്ടതുള്ളൂ. അവനൊരു അണ്ണാൻ കുഞ്ഞാണ് ആര്, ജയൻ നമ്പ്യാർ. അല്ലാണ്ട് സച്ചി ആയിട്ട് ജയൻ നമ്പ്യാരെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? സച്ചിയാണ്. ഇപ്പം തിലകനാണ്. തിലകനായിട്ട് എന്നെ ഒരിക്കലും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമുക്കത് അവരുടെ താല്പര്യങ്ങൾ അവർ ആ കാര്യത്തിൽ എന്നെ ആ ഒരു തിലകൻ വൈബിലേക്ക് എന്നെ മോൾഡ് ചെയ്തെടുത്തതിൽ അവർ സക്സസ് ആയില്ലേ? അതൊരു സക്സസ് അല്ലേ? നമ്മൾ എന്താണ് അതൊക്കെ തള്ളിക്കളയുന്നത്? അപ്പോൾ അത് കേവലം ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചില ആളുകളോടുള്ള ഒരു ഇഷ്ടക്കേട് കൊണ്ടോ അല്ലെങ്കിൽ അവരോടുള്ള വിരോധം നിമിത്തമോ ഒരു നല്ല ഒരു കൂട്ടായ പ്രവർത്തനത്തിനെ ഇടിച്ചു കാണിക്കേണ്ട കാര്യമുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. അതെനിക്ക് വിഷമമുണ്ട്. ഈ ഞാനൊരിക്കലും തിലകൻ സാറിനെ കുറിച്ചിട്ട് ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അതായത് ദൈവം സൃഷ്ടിച്ചത് നടനാവാൻ വേണ്ടി സൃഷ്ടിച്ച ഒരാളാണ് തിലകൻ സാറിന്. പക്ഷെ ഞാൻ തിരിച്ചങ്ങനെയല്ല. എനിക്ക് കുറച്ചുകൂടെ നാടകം അല്ലെങ്കിൽ നാടകത്തിൻ്റെ ആ ഒരു സൈഡാണ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് പിൽക്കാലത്ത് വരുമ്പോഴത്തേക്കും വിലായത്ത് ഇറങ്ങുന്നു, തിലകൻ സാറായിട്ട് ഭയങ്കര അധികം സാമ്യമുണ്ടെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോഴുള്ളൊരു സാറ്റിസ്ഫാക്ഷനും വേറെ തന്നെ ആയിരിക്കുമല്ലോ. അല്ല, തീർച്ചയായിട്ടും. പിന്നെ തിലകൻ ആരാണെന്നുള്ളത് ഒരു പരിധിവരെ നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ എന്താണ് നമ്മൾ പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്, കാലിബർ അതായത് അല്ലേ, അദ്ദേഹം എന്താണെന്നുള്ളത് നിങ്ങൾ ഓക്കെ പുള്ളിയുടെ ഒരു 80% എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും. ഞാൻ 100% എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരാളാണ്. കാര്യം പുള്ളിയുടെ എന്താണ് പ്രഥമ ശിഷ്യൻ എന്ന് പറയാവുന്നൊരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു വ്യക്തി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അഭിനയമല്ല എൻ്റെ അദ്ദേഹവും ഞാനുമായിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് ശിഷ്യത്വം സ്വീകരിച്ചിരിക്കുന്ന അഭിനയത്തിലല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിലാണ് ഞാൻ ആകൃഷ്ടനായിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ അഭിനയ അത് ഞാൻ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്, എനിക്ക് അതിനകത്തൊരു കൗതുകമില്ല. ഈ ഒരു കാര്യം പുള്ളിയുടെ ആ ഒരു രീതി വിട്ടിട്ട് ഒരു നടൻ എന്നുള്ള രീതിയിൽ പുള്ളി സ്റ്റേജിൽ കയറി ഈ നടീനടന്മാരെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിലകനുണ്ട്. അത് നിങ്ങളാരും കണ്ടിട്ടില്ല. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ നടനെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ക്യാരക്ടറൊക്കെ നിങ്ങൾക്കറിയാം. തിലകനൊരു തുറന്ന പുസ്തകം തന്നെയാണ്. പക്ഷേ ഈ ഒരു സൈഡ് സംഭവം ഉണ്ട്, അത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. കാര്യം അത് ഞാൻ അതിനകത്ത് ഭാഗമായിട്ടുള്ള വ്യക്തിയാണ്. എൻ്റെ എത്രയും എന്താണ് ഞാൻ ഈ സിനിമയിൽ വന്നതിന് ശേഷം അച്ഛൻ്റെ
മരണത്തിന് മുമ്പ് ഒരു 3-4 വർഷം മുമ്പ് വരെ എല്ലാ വർഷവും അച്ഛൻ ഒരു നാടകം ഡയറക്റ്റ് ചെയ്യുമായിരുന്നു. അത് അച്ഛൻ്റെ ബാറ്ററി ചാർജിങ് ആണെന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? നമ്മൾ ഒരു ഈ കുറേ നാളിങ്ങനെ കുറേ പടങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇത് നമ്മൾ ഒന്നാമത് ഒബ്സർവേഷൻ കുറഞ്ഞു പോകും. കാര്യം ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് അനിയ, നീ പറ, നിനക്കറിയാം, നിനക്ക് അഭിനയം താല്പര്യമുള്ള ആളായിരിക്കുമല്ലോ. ആക്ടർ എന്താണ് ആക്ടർ? അതിൻ്റെ ഒരു ഫുൾ ഫോം ഉണ്ട്, അറിയാം എന്താണ്? ACTOR. എന്താണത് പറയുന്നത്? ആക്ടർ. അതറിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ആക്ടർ എന്നുള്ളത്. ഇത്രേ ഉള്ളൂ. A for action, C for concentration, T for talent, O for observation, R for rhythm. ഇത്രയും ഉള്ള ഏതൊരു വ്യക്തിക്കും അഭിനയിക്കാൻ ഈസിയാണ്. ആക്ഷൻ വേണം, ഇല്ലേ? പറ്റില്ലേ? കോൺസെൻട്രേഷൻ വേണം. കോൺസെൻട്രേഷൻ ഇല്ലാതെ നമുക്ക് ക്യാരക്ടറിൽ തന്നെ നിൽക്കാൻ പറ്റില്ല. ടാലൻ്റ് ഒരല്പം വേണം. അത് ഇതുപോലെയുള്ള ഓരോന്നിനുള്ള പോലുള്ള ടാലൻറ്റ് മതി ടാലൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒബ്സർവേഷൻ. ഇങ്ങനെ ഒബ്സർവേഷൻ ചെയ്യാനായിട്ട് ഒരു നടന് ഇങ്ങനെ കഥാപാത്രങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സിനിമ പോലൊന്നുമല്ല. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഹോളിവുഡിലെ ആക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ എന്താണ് ജീവിത ആ ഒരു യാത്രയിൽ ഒരു ചെയ്യുന്ന കൂടി വന്ന ഒരു 15-20 പടങ്ങൾ മാത്രമാണ് ഒരു നടൻ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ തിലകനൊക്കെ എത്രയാണ് ചെയ്യുന്നതെന്നറിയാം. ഇപ്പോൾ പ്രേം നസീർ 1000 അങ്ങനെ അടുപ്പിച്ച് പടം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ അങ്ങനെയുള്ള ആക്ടേഴ്സാണ് കൂടുതലും. അപ്പോൾ അവരുടെ ഇതിങ്ങനെ പോകുമ്പോൾ കുറേ കഴിയുമ്പോൾ അവരുടെ ആ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ, ബാറ്ററി ചാർജ് ഡിസ്ചാർജ് ആവില്ലേ. അപ്പോൾ അത് ചാർജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് എൻ്റെ അച്ഛൻ ചെയ്തിരുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാ വർഷവും ഒരു നാടകം ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ഈ 9 കഥാപാത്രം മിനിമം ഒരു നാടകത്തിലുണ്ടാവും, ലീഡ് ക്യാരക്ടേഴ്സ്, സപ്പോർട്ടിങ് മറ്റേ ശബ്ദത്തിലും ഒക്കെ പോകുന്നുണ്ട്. ഈ 9 കഥാപാത്രങ്ങൾ 9 നടീനടന്മാരാണ് ഇത് ചെയ്യുന്നത്. ഈ 9 ശൈലികൾ, അവർ കഥാപാത്രത്തെ സമീപിക്കുന്ന രീതി, ഇതാണ് അച്ഛൻ്റെ ഒബ്സർവേഷൻ. ഇപ്പം നീ എന്നെ അച്ഛൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അച്ഛൻ ഒരിക്കലും നിന്നെ ഒരു ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ അഭിനയിച്ച് കാണിച്ച് ഇങ്ങനെ ഡയലോഗ് പറയടാ എന്നല്ല പറയുന്നത്. നീ പറയുന്ന ശൈലി നിൻ്റെ രീതിയിൽ അതിനെ എങ്ങനെ എന്താണ് നിന്നെ കൊണ്ട് പറയിപ്പിക്കാമെന്നാണ് നോക്കുന്നത്. അല്ലാണ്ട് അച്ഛൻ്റെ ശൈലി കോപ്പി അടിക്കാനല്ല അച്ഛൻ പറയുന്നത്. അതൊരിക്കലും ശരിയാവില്ല. അപ്പോൾ നമുക്ക് വ്യക്തിത്വം ഇല്ലാതാകാണ്, ആ നടന് വ്യക്തിത്വം ഇല്ലാതാകാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ അച്ഛൻ്റെ ആ ഡയലോഗ് മോഡുലേഷൻ്റെ ഒരു രീതിയുണ്ട്. അതായത് നമ്മൾ ഈ ഒരു സംഭാഷണം ഓഡിയൻസിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. നമ്മൾ പറച്ചിലൂടെ, മറ്റേത് വായനയിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളിത് പറയുന്നത് കേട്ടാണ് അവർ. അപ്പോൾ അത് അവർക്ക് അത് നന്നായിട്ട് മനസ്സിലാകണമെങ്കിൽ അത് ആ ഒരു പ്രത്യേക ഇമ്പത്തിലും പ്രത്യേക ട്യൂണിലും ഒക്കെ പറയുമ്പോഴാണ് അത് ആളുകളിലേക്ക് അങ്ങ് ഇടിച്ച്. ഇപ്പോൾ യേശുദാസിൻ്റെ പാട്ട് ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അതെങ്ങനെ നിൽക്കുന്നു, അത് അദ്ദേഹം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കോരിത്തരികയാണ് എന്ന് പറയുന്ന പോലെ ഒരു സ്പൂൺ ഫീഡിങ് ആണ് ഈ പറയുന്ന സംഭാഷണം എന്ന് പറയുന്നത്. വളരെ സംഗീതപ്രദമാണത്. അതിന് ശ്രുതിയുണ്ട്, അതിന് ഒരു നൊട്ടേഷൻസ് ഉണ്ട്. ആ രീതി വളരെ മനോഹരമായിട്ട് അച്ഛനറിയാം. മനസ്സിലായില്ലേ? അതാണ് പുള്ളിയുടെ കഴിവെന്ന് പറയുന്നത്. നമ്മൾ ചോദ്യം എന്തായിരുന്നു? ഈ കമ്പാരിസണുകളും അല്ലെങ്കിൽ പിൽക്കാലത്ത് വന്നല്ലോ തിലകൻ സാറായിട്ടുള്ള സാമ്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു എന്താണ് അച്ഛനെക്കുറിച്ചുള്ള ഒരു ധാരണ. ഇപ്പോൾ നമ്മൾ ഗുരുസ്ഥാനീയത്തെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു അല്പം ഈ ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാൾ തന്നെയാണ്. എനിക്കൊരു എൻ്റെ ഒരു കഴിവുകളാണ്. പക്ഷേ എനിക്ക് ജോലിയിൽ അതില്ല, അത് വേറെ കാര്യം. പക്ഷേ ഈ ഞാനതിനെ എൻ്റെ ഈ അച്ഛനുമായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപക്ഷെ എൻ്റെ കാലശേഷമായെങ്കിലും എന്തായിരുന്നു എന്നുള്ളത് ഒരു ഓർമ്മക്കുറിപ്പ് പോലെ ഞാൻ എഴുതി വെച്ച ഒരു ഭാഗമുണ്ട്. അതൊരു കവിത പോലെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കാര്യം ഒരു ഗദ്യമായിട്ട് എഴുതണമെങ്കിൽ കുറേ അധികം എഴുതാനുണ്ട്. കവിതയാകുമ്പോൾ നമുക്ക് 4 വരിയിൽ അത് ഒതുക്കാം. ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഇതാണത്. ഒരു കുറേ അധികം നീളമുള്ള ഒരു കവിതയാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള എൻ്റെ അച്ഛൻ്റെ സംഭവം പറയുന്നതിനെക്കുറിച്ച്, നാടകമാണ് വിഷയം. 2-1 കണ്ട് 2-1 കണ്ട് 2ാം തരത്തിലെ എന്ന് പറയുന്നത് മീൻസ് എത്ര വയസ്സായിട്ടുണ്ടാവും? 2-1 കണ്ട് 2ാം തരത്തിലെ എന്ന് പറഞ്ഞാൽ 7 വയസ്സ്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് 2ാം തരത്തിലെ രംഗപൂജയ്ക്കങ്ങ് കൊണ്ടിട്ടു പൊന്നച്ഛൻ. ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നത്. ഡാൻസ് നാടകം. രംഗപൂജ എന്ന് പറയുന്നത്, രംഗം എന്ന് പറഞ്ഞ വേദി, അതിനെ പൂജിക്കാനായിട്ട് അത് കവിതാത്മകമായിട്ട് പറഞ്ഞത്. അതിൽ പല കാര്യങ്ങളും അതിനകത്ത് അത്രയത്തിനകത്ത് അന്തർലീനമായിട്ടുണ്ട്. അത് ഗദ്യമായിട്ട് എഴുതുകയാണെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഇത് ഇത്രയും മതി. ഇതിനകത്ത് എനിക്ക് എൻ്റെ ഉള്ളല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. രംഗപൂജയ്ക്കങ്ങ് കൊണ്ടിട്ട് പൊന്നച്ഛൻ
ചൊല്ലിപ്പറഞ്ഞൊന്നും തന്നില്ല ഏതും, ചൊല്ലാൻ ജപമാല കയ്യിൽ തന്നപ്പോഴേ. കാര്യം ആ ചെറിയ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നെ ആദ്യം പുള്ളി കൊണ്ടിട്ടത് എന്താണെന്നറിയോ, ആ ജപമാല എന്ന് പറയുന്നത് അത്രയും ഭയങ്കര ആചാര്യന്മാരുടെ കയ്യിലിരിക്കുന്നതാണ് ഈ ജപമാല എന്ന് പറയുന്നത്. അതാണ് എൻ്റെ എടുത്തിട്ട് തന്നത്. അതെന്താണ് ആ ജപമാല? മാലതൻ മുത്തിലെ ആൻ്റണി പാഠങ്ങൾ, വിജയ ആൻ്റണിയുടെ ആൻ്റണി പാഠങ്ങൾ മാനം കെടുത്താതെ ഒന്നൊന്നായി നേടി ഞാൻ. മനസ്സിലായോ? മറ്റെന്ത് വേണം ഒരു ഉത്തമ പാഠം, മറ്റൊന്നുമില്ല എനിക്കത് തോന്നുന്നു. അതാണ് ഷമ്മി തിലകൻ, അതാണ് എൻ്റെ കോൺഫിഡൻസ്. മനസ്സിലായോ? ഈ ആൻ്റണിയെക്കുറിച്ച് പറയുമ്പോൾ ഭരത് ആദ്യം അഞ്ചുമന വീട്ടിൽ കണ്ട നാൾ തൊട്ടെനിക്ക് ആരാധ്യനാണിപ്പോഴും വിജയ ആൻ്റണി. ആൻ്റണിയുടെ വിജയൻ്റെ വീട് എവിടെ ആയിരുന്നറിയോ? എടപ്പള്ളി അഞ്ചുമന ക്ഷേത്രത്തിൻ്റെ അപ്പുറത്ത്, ബൈപ്പാസിൻ്റെ ആ റോഡിൻ്റെ അപ്പുറത്താണ്. അവിടെ ഞാൻ ദിവസങ്ങളോളം മാസങ്ങളോളം താമസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കട്ടിലിൽ കയറിയിരുന്ന് കളിച്ചിട്ടുണ്ട്. അങ്ങനെ തമാശകൾ പറഞ്ഞ് പുള്ളിയുടെ അങ്ങനെ അത് അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. 5 മന വീട്ടിൽ കണ്ട നാൾ തൊട്ടെനിക്ക് ആരാധ്യനാണ് ഇപ്പോഴും വിജയ ആൻ്റണി. ഭരത് അവാർഡ് ഭരത് ആദ്യം എത്തിച്ച മലയാളിയായല്ല. കാര്യം നിങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നത് എന്താണ്, അല്ലെങ്കിൽ പുള്ളിയെ ആദരിക്കുന്നത് എന്താണ്? ആദ്യത്തെ ഭരത് അവാർഡ് മലയാളത്തിൽ കൊണ്ടുവന്ന, നിർമ്മാല്യ സിനിമയിലൂടെ കൊണ്ടുവന്ന വിജയ ആൻ്റണി എന്ന നിലയ്ക്കാണ്. ഞാനതല്ല കാണുന്നത്. അതെനിക്ക് ഓക്കെ കൗതുകമുള്ളതാണ്. ഞാൻ ആ ഭരത് അവാർഡ് എടുത്ത് ഉമ്മ പൊടിച്ചിട്ടുണ്ട്, കയ്യിലിങ്ങനെ പിടിച്ച് കണ്ടിട്ടുണ്ട്. അതൊക്കെ എന്താണ് ഗീതമ്മ ചേച്ചി എന്നെ ഇങ്ങനെ കാണിച്ചു തന്നിട്ടൊക്കെ ഉണ്ട്. അതല്ല, ഭരത് ആദ്യം എത്തിച്ച മലയാളിയായല്ല, ഭരതമുനിതൻ പ്രതിച്ഛായ തോന്നിച്ച്. ഭരതമുനി എന്ന് പറഞ്ഞ ആരാണ്? കേട്ടിട്ടുണ്ടോ? നാട്യശാസ്ത്രം എഴുതിയത് ആരാണ്? ഭരതമുനി. ആ ഭരതമുനിയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വിജയ ആൻ്റണി എന്ന തോന്നലാണ് എനിക്കിപ്പോഴും അദ്ദേഹം എനിക്ക് ആരാധ്യനാണെന്ന് ഞാൻ പറയുന്നത്. ഈ 2 ഭാഗ്യങ്ങൾ ഓഹരി വേണമെന്ന് ഈ ജന്മത്താരുമേ, ഈ ലോകത്താരുമേ ചോദിക്കയില്ലല്ലോ. ഇത് എൻ്റെ മാത്രം, ഇത് എൻ്റെ സ്വന്തം, ഇത് എൻ്റെ കൂടങ്ങ് പോരും. ഈ ശരിക്കും നാടകത്തിൽ നിന്ന് അതെൻ്റെ ആരുടെ അടുത്ത് ഓഹരി ചോദിക്കാൻ പറ്റുമോ? എൻ്റെ മോനോട് ചോദിക്കാൻ പറ്റുമോ? അത് അവൻ എൻ്റെ ആർജിച്ചെടുത്തോണം. അതാണ് അവൻ്റെ പുണ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സിനിമാക്കാരനാവുക പറയുമ്പോഴത്തേക്കും പലതരത്തിലുള്ള അല്ലെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചേട്ടൻ തന്നെ മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സിനിമക്കാരനാവാൻ അല്ലെങ്കിൽ പക്ക സിനിമക്കാരനാവാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ആ പ്രോസസ്സ് ഞാൻ ഇതുവരെ ആർജിച്ചിട്ടില്ല എന്നുള്ളത്. ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സിനിമാക്കാരനുണ്ട് ശരിക്കും. സിനിമ എന്ന് പറഞ്ഞ സിനിമാക്കാരൻ അല്ലെങ്കിൽ നാടകക്കാരൻ അങ്ങനെ ഒരു ഇത് മാറ്റിവെക്കേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കലാകാരൻ അതെന്നിലുണ്ട്. ഈ നാടകമായിക്കോട്ടെ, ഇപ്പോൾ സിനിമയിൽ നാടകമില്ലാതൊരു സിനിമയുണ്ടോ? നമ്മളിവിടെ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് ദേശീയ പുരസ്കാരങ്ങൾ കിട്ടിയ സിനിമകൾ, നല്ല സിനിമകൾ, നമ്മുടെ നടൻ്റെ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്, നല്ല സിനിമകൾ എന്ന് പറഞ്ഞ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നാഷണൽ അവാർഡ് അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അവാർഡ് അങ്ങനെയൊക്കെ പലതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ സിനിമകളെല്ലാം എടുത്തു നോക്കൂ, അതിൽ നാടകമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ ജീവിതം എടുത്തു നോക്കൂ, നാടകമില്ലാതെ നമ്മുടെ ജീവിതമുണ്ടോ? അപ്പം നാടകം എവിടെയുമുണ്ട്. പക്ഷെ നാടകത്തിൽ സിനിമയില്ല. സിനിമയിൽ നാടകമുണ്ട്. നാടകം ഇല്ലാതെ സിനിമയില്ല, നമ്മുടെ ജീവിതമില്ല. പക്ഷെ നാടകത്തിൽ സിനിമയില്ല, നാടകത്തിൽ ജീവിതം മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കുക. സിനിമ എന്ന് പറയുന്നത് എന്താണ്? ടെക്നോളജി എന്താണ്? ഈ ഫിലിമും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ചീറ്റിംഗ് ആണ് സിനിമ എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് നാടകത്തിനകത്ത് ഒരു ചീറ്റിംഗ് ഇല്ല. നമ്മൾ കൃത്യമായിട്ട് ഓഡിയൻസ് നമ്മൾ ലൈവായിട്ടാണ് അവരെ സംവദിക്കുന്നത്. മറ്റേതല്ല, നേരത്തെ കൂട്ടി പല ഷോട്ടുകളായിട്ട് എടുത്ത് അതിനെ വളരെ നല്ല ഒരു മജീഷ്യൻ്റെ കരവിരുതോടുകൂടി അയാളുടെ കയ്യടക്കത്തോടുകൂടി ആ എഡിറ്റർ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് അത് കഴിഞ്ഞ് നമുക്ക് ഒറിജിനൽ ഒരു സംഭവം അവിടെ നടക്കുന്നതായിട്ടൊരു വിർച്വൽ റിയാലിറ്റിയാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. ഇതല്ല, ഇത് റിയാലിറ്റിയാണ്, അല്ലേ? ഒരു വിർച്വൽ റിയാലിറ്റി പോലെയാണ് സിനിമ എന്ന് പറയുന്നത്. അതുപോലെ അല്ല, എന്നാൽ അത് മുഴുവൻ കള്ളത്തരവുമാണ്.
നാടകത്തിൽ അങ്ങനെയല്ല. നാടകത്തിൽ ഒരു നടനോ അല്ലെങ്കിൽ ഒരു നടിയോ ഒരു കഥാപാത്രം ചെയ്ത് സ്റ്റേജിൽ നിന്ന് കരഞ്ഞാൽ അവൻ ഒറിജിനൽ കരച്ചിലാണ് അവിടെ വരുന്നത്. അല്ലാണ്ട് ഗ്ലിസറിൻ ഇട്ടല്ല കരയുന്നത്. അതെന്തുകൊണ്ടാണ്? ആ 2.5 മണിക്കൂർ ഒരു നാടകമാണെങ്കിൽ വെരി ബിഗിനിങ് ഫസ്റ്റ് ബെല്ല് തുടങ്ങി എല്ലാവരും വന്ന് മൈക്കിന് മുമ്പിൽ വന്ന് ജസ്റ്റ് ഞാൻ നേരത്തെ അതാണ് രംഗപൂജ എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു നിപ്പുണ്ട് എല്ലാവരും. നമ്മൾ അതൊരു ഒരു 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 എന്താ പറയുക, നമ്മളൊരു മെഡിറ്റേഷനാണ്. അങ്ങനെ ആകുന്ന കഴിഞ്ഞാൽ നടീനടന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കഥാപാത്രങ്ങളായി മാറുന്ന ഇവിടെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുന്നതാണ് ആ ബെല്ല്. ആ ബെല്ലിൽ എല്ലാവരും വന്ന് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കും. ചിലർ ഹിന്ദുക്കളാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, മറ്റവരാണെങ്കിൽ കുരിശ് വരയ്ക്കും. അങ്ങനെ അത് അവരവരുടെ വിശ്വാസം. ആ വിശ്വാസത്തിൽ വന്ന് അങ്ങനെ നിന്ന് ആ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് കട്ടണം കൊണ്ട് പോകുമ്പോൾ എല്ലാവരും അങ്ങനെ ഒരു നിപ്പുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ദ ലാസ്റ്റ് കർട്ടൻ വീഴുന്നത് വരെ അവരാ കഥാപാത്രമാണ്. അപ്പോൾ അവർക്ക് അവിടെ കരച്ചിൽ ഒരു ഗ്ലിസറിൻ വേണ്ട, അങ്ങ് വന്നോളും. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അത് സിനിമയിൽ അങ്ങനെയല്ല, മുഴുവൻ ചീറ്റിംഗ് ആണ്. ഈ പൃഥ്വിരാജ് എന്ന നടനെ കുറിച്ച് പറയുമ്പോഴും ഈ തിലകൻ സാറിനെ നമുക്ക് ആ പേരിനോടൊപ്പം ചേർത്ത് വെക്കണം. കാരണം പല സിനിമകളിലും പൃഥ്വിരാജിനെ ഒപ്പം അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഇപ്പം ഇന്ത്യൻ റുപ്പിയിലൊക്കെ വേഷം മറ്റൊരാൾക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും നമുക്കറിയില്ല. ശരിക്കും പൃഥ്വിരാജ് എന്ന നടനെയും വ്യക്തിയെയും നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴും ശരിക്കും അദ്ദേഹത്തിന് എങ്ങനെയാണ് നോക്കുക? പൃഥ്വിരാജ് എന്ന വ്യക്തിയെ നമുക്ക് സമൂഹം വെറുതെ അത് നോക്കേണ്ട കാര്യമില്ല. അത് അയാളുടെ പേഴ്സണൽ കാര്യമാണ്. അദ്ദേഹം ആ വ്യക്തി എങ്ങനെയാണോ. പിന്നെ പൃഥ്വിരാജ് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഈ എന്താണ് ജനങ്ങളുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഇഷ്ടത്തിന് കുറച്ച് കോംപ്രമൈസിൽ കൂടെ ജീവിക്കുക, അത് അങ്ങേയറ്റം ഇതായിട്ട് തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സെക്കൻഡ് മറ്റേത് നമ്മൾ അത് അപ്രസക്തമാണ്. ചോദ്യത്തിൻ്റെ ആവശ്യം തന്നെയില്ല. അതായത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. അതിൽ നമുക്ക് കയറി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയെ പോലും അത് കുറ്റകരമാണ് അതിൽ കയറി ഇടപെടുക എന്ന് പറയുന്നത്. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം നമ്മൾ നിഷേധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കുറ്റകരമാണ് നമുക്ക് ഭരണഘടനയുടെ പ്രകാരം. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ നടൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കലാകാരൻ, അദ്ദേഹത്തിൻ്റെ ഞാൻ നടനുമായിട്ട് പൃഥ്വിരാജ് ആ ഒരു ബൗണ്ടറി ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരിതാണ്. നടൻ മാത്രമല്ല, അദ്ദേഹം ഒരു 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 നല്ലൊരു കലാകാരൻ. ഞാൻ ആ കലാകാരൻ എന്ന് വിളിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ, സ്റ്റാർ അതൊക്കെ വേറെ, അതായത് അദ്ദേഹത്തിൻ്റെ ഇതാണ്, നമുക്ക് അതൊക്കെ വേറെ. ആ രീതിയിൽ അദ്ദേഹത്തിനെ വിലയിരുത്തേണ്ട കാര്യമേ പ്രേക്ഷകർക്കുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രത്തിന് അത് എനിക്കും തോന്നുന്നില്ല. അദ്ദേഹവും ഈ പറഞ്ഞ പോലെ കഥാപാത്രം ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു അതിൻ്റെ മേക്കപ്പ് പോലും അഴിക്കാതെ അങ്ങ് നടക്കുന്ന ശീലമൊന്നും രാജുവിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാജു അവിടെ വിടും. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത കാര്യങ്ങളെ കുറിച്ച് അത് ചിന്തിക്കുന്നത്. വരാൻ പോകുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ ഡേറ്റുകൾ ഇപ്പോഴും ഓൾറെഡി പോയിരിക്കുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഇത് ചെയ്യുന്നത്? ആ രീതിയിൽ മാത്രം വിലയിരുത്തുക. അത് എന്നെ ആയാലും ആരായാലും എന്താണ് എന്നിൽ നിങ്ങൾക്ക് ആകർഷണം തോന്നുന്നത് അതിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ്. അല്ലാതെ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ രാത്രി ഒത്തിരി നേരം ഉറക്കളച്ചിരിക്കുന്നൊന്നും അവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അതെൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നേ എനിക്ക് പറയാനുള്ളത്. ഈ ആകർഷണത്തിൻ്റെ കാര്യം പറയുമ്പോഴേ ഈ ശംശേട്ടൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഹ്യൂമർ ടൈമിംഗ് ആണ്. ഈ നേരത്തിലെ വേഷം അഭിമന്യുവിന് ഭയങ്കര ഇഷ്ടമുള്ള വേഷമാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ അത് ആദ്യം ചെയ്യില്ല, അല്ലെങ്കിൽ എനിക്ക് പോലീസിന് ചെയ്യാൻ താല്പര്യമില്ലാത്ത സമയത്ത് അൽഫോൻസ് വന്ന കഥ പറയണമെന്നും കേട്ടിട്ടുണ്ട്. ശരിക്കും ഹ്യൂമർ ചെയ്യുമ്പോൾ പേഴ്സണലി എങ്ങനെയാ അതിനോട്? അത് ഞാനതിനകത്ത് ഹ്യൂമർ എന്ന് പറയുന്നതിനകത്ത് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ആ ക്യാരക്ടറിനെ ആ കാസ്റ്റിംഗ് ആണ് അതിനകത്തെ ഹ്യൂമർ എന്ന് പറയുന്നത്. അത് ശരിക്കും അത് ഡയറക്ടർ ബ്രില്യൻസ് ആണ്. നിങ്ങൾ അതിനകത്തെ ഹ്യൂമർ എലമെന്റ് ഒന്ന് വിട്ടിട്ട് ആ സ്ക്രിപ്റ്റില്ലേ, എൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം വിട്ട് ആ സ്ക്രിപ്റ്റില്ലേ, ആ സ്ക്രിപ്റ്റിലെ ആ നടക്കുന്ന കാര്യങ്ങൾ ഇയാളുടെ ഇത് ഒന്ന് വായിച്ചു നോക്കി. അയാളെല്ലാം വളരെ സീരിയസ് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അല്ലേ. അതിനകത്ത് ആകെ ഒരു എന്താണ് നിങ്ങൾക്ക് ഹ്യൂമർ തോന്നുന്നത് എന്തുകൊണ്ടാണ്? പ്രധാനമായിട്ട് ഊക്കൻ ടിൻഡു എന്നുള്ള പേരാണ്. ആ പേര് യാതൊരു കാരണവശാലും ഇത്ര സീരിയസ് ആയിട്ടുള്ള വളരെ കർമ്മനിരതനായിട്ടുള്ള വളരെ ഒരു എന്താണ് ഒരു ആദർശധീരൻ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു പോലീസ് ഓഫീസറാണത്. അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഏക എലമെന്റ് എന്താണ്? ഇയാളുടെ പേര്, അയാളുടെ സ്വന്തം പേര്, നിന്റെ പേരല്ല, അയാളുടെ സ്വന്തം പേര്. അതിന് അയാൾക്ക് ആ പേരിട്ടതിന് സ്വന്തം അമ്മയും അച്ഛനെയും പോലും എന്നാൽ അമ്മയും അച്ഛനെയും ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് വേണ്ടി നീതി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സംഗീതം പഠിച്ചവനാണ്, സംഗീതം അറിയാം, കർണാടക സംഗീതം അറിയാവുന്നവനാണ്. അതുപോലെ തന്നെ ഒരു ഇച്ചിരി റഫ് ആൻഡ് ടഫ് ലുക്കുള്ള ഒരാൾ. അത് എൻ്റെ മുഖം അവിടെ അതിനാണ് പ്രയോജനം ചെയ്തിരിക്കുന്നത്. ഒരു റഫ് അങ്ങനത്തെ ഒരു എന്താണ് ഒരു പരിക്കൻ മുഖഭാവമുള്ള
ഒരു നല്ല വിദ്യാഭ്യാസമുള്ള നല്ല സംഗീതബോധമുള്ള ഒരു ജെനുവിനായ ഒരു പോലീസ് ഓഫീസർ. അയാൾക്കുള്ള ഏക ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ ഒരു അതാണ് ആ ചിരി വന്നില്ലേ, അതല്ലേ കോമഡി. അതേസമയം അവിടെ എന്താണ് എന്താണ് സുരാജ് വെഞ്ഞാറമൂട്, അന്നത്തെ സുരാജ് വെഞ്ഞാറമൂട് ഞാൻ സജസ്റ്റ് ചെയ്ത സുരാജ് വെഞ്ഞാറമൂടിനെയാണ്. യെസ്, കാര്യം ഇവൻ എൻ്റെ അടുത്ത് ഊക്കൻ ടിൻഡു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തോന്ന് സാറേ ചേട്ടൻ്റെ പേര് ഊക്കൻ ടിൻഡു എന്നാണ്. ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുക ഫോണിൽ കൂടി. ഞാൻ പറഞ്ഞു എന്തോന്ന് ഊക്കൻ ടിൻഡു, അയ്യേ ഊക്കൻ ടിൻഡു. അപ്പം ആ സമയത്ത് ഞാൻ ഏകദേശം കുറേ അധികം വേഷങ്ങൾ ചെയ്തിരിക്കുന്നു, 60 വേഷത്തോളം കഴിഞ്ഞു, ഷഷ്ടിപൂർത്തി കഴിഞ്ഞു പോലും. അപ്പം ആ സമയത്ത് ഇത് എൻ്റെ കഥാപാത്രങ്ങളുടെ പേര് ആട്ടുകല്ല്, അരകല്ല് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ പേരുകളാണ് എൻ്റെ പേരുകളെല്ലാം. ഓരോ കഥാപാത്രങ്ങളുടെ പേരുണ്ടാവില്ല, മിന്നൽ എന്താണ് ഒരു മിന്നൽ രാമു അങ്ങനത്തെ ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുപോലെയുള്ള ഈ പരുക്കൻ പേരുകളാണ് അതെനിക്ക് എന്താണ് എൻ്റെ തലയിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന ഒരു സമയം കൂടെ ആണെന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെ റഫായിട്ടുള്ളൊരു പോലീസിൻ്റെ ഒരു കഥാപാത്രം അത് ഷമി തലേൻ. ഇത് അവിടെ ഞാൻ ഒരു സമയത്ത് ഡ്രസ്സ് തയ്പ്പിച്ച് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് വരെ ഉണ്ട്. കാര്യം എനിക്കറിയാൻ വിളി വരുന്ന പോലീസല്ലേ. ഓക്കെ, എന്താണ് ശരിക്കും സർവീസ് കയറുന്നെങ്കിൽ റിട്ടയർ ആവേണ്ട ടൈം അല്ല. ഞാനത് ഒരിക്കൽ പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൊല്ലം സബ് ജയിലില്ലേ, കൊല്ലം സബ് ജയിലിൻ്റെ പുതിയ വാർഡിൻ്റെ ഉദ്ഘാടനം അന്നത്തെ DGP ആയിരുന്ന അലക്സാണ്ടർ സാറായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ അത് അവിടുത്തെ അന്ന് വാർഡൻ, ജയിലർ അവരൊക്കെ എല്ലാം കൂടി എന്നെ ക്ഷണിച്ചു ഒരു ഗസ്റ്റായിട്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അങ്ങനെ സംസാരിച്ച് അപ്പോൾ അതിനകത്ത് സംസാരിച്ചപ്പോൾ സാർ അവിടെ ഇരിക്കുകയാണ്, DGP അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് ഞാനിങ്ങനെ എനിക്കൊരു ചെറിയൊരു അപേക്ഷയുണ്ട്, ഒരു തമാശയായിട്ട് പറഞ്ഞു. അപ്പോൾ ജയിൽ പുള്ളികളൊക്കെയാണ് ഇരിക്കുന്നത്, അവരാണ് ഓഡിയൻസ്. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണ് കാര്യം നമുക്കറിയാം, നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാൽ മറ്റേ ഇതിനകത്ത് അഭിനയിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് ലഫ്റ്റനൻറ്റ് കേണൽ പദവിയൊക്കെ കൊടുത്തു. ഞാൻ ഏകദേശം 10-60 വേഷത്തോളം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ASI പോസ്റ്റിലും വരുമോ എന്ന് ഞാനിങ്ങനെ തമാശയായിട്ട് ചോദിച്ചു. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ DGP സാറ് ചിരിച്ചു. സാറിനൊന്ന് എൻജോയ് ചെയ്തു. സാറ് ഭയങ്കര ഒരു എൻസൈക്ലോപീഡിയാണ്, ഭയങ്കര നോളജുള്ളൊരു മനുഷ്യൻ. അദ്ദേഹം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതിനേക്കാൾ ഇവർ ഇരുന്ന ജയിൽ പുള്ളികളില്ലേ, കൊലക്കേസ് പ്രതികളടക്കമുണ്ട്, അവരെല്ലാം ഒരു ഭയങ്കര ഇത് വിളിച്ച് എനിക്കതങ്ങ് എൻ്റെ കണ്ണ് പറഞ്ഞു പോയി, അത്ര ഒരു രസമായിട്ട് വന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞു തന്നെ അതെ, അപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഊക്കൻ ടിൻഡു ഈ പറയുന്നത് പോലെ ഇത് തന്നെയാണത്, ഡയറക്ടറുടെ ഒരു ബ്രില്യൻസാണ്. ബ്രില്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാസ്റ്റിങ്ങിന് അവൻ എന്താണ് എൻ്റെ പുറകെ നടന്ന് എന്നെ കൺവിൻസ് ചെയ്ത് ഞാൻ ഒറ്റ എക്സ്പ്ലനേഷനിൽ എനിക്ക് കാര്യം കിട്ടി. കാര്യം എനിക്കത് മനസ്സിലായി. ഞാൻ സജസ്റ്റ് ചെയ്ത് ഇവനെയാണ്, കാര്യം സുരാജാണ്. സുരാജ് അത് കറക്റ്റായിരിക്കും. കാര്യം ഞാൻ വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു കോമഡിയാണ് ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പം നമ്മുടെ ഒരു അന്നേരത്തെ ഒരു പാറ്റേൺ കോമഡി അത് ആ സമയത്ത് മറ്റേ സുരാജിൻ്റെ ഒരു ഉഗ്രൻ ക്യാരക്ടർ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ക്യാരക്ടർ. എന്താണ് ദശമൂലം അതെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഈ ഇരട്ടപ്പേര് ഇവന് നന്നായിട്ട് ചെയ്ത് അവരത് നല്ല രസമാണ്. അത് എന്താണ് ഈ മീമും കാര്യങ്ങളും ഒക്കെ അവൻ്റെ അത് വെച്ചിട്ട് ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പം തന്നെ ശേഷമാണ് അത് ഏറ്റവും ബെസ്റ്റ് സുരാജാണ്. അവനാകുമ്പോൾ ആ പേര് ചെയ്ത് കാര്യം ഞാൻ ഈ ദശമൂലം ആ പേര് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം പറഞ്ഞു ചേട്ടാ ശരിയാണ്, ചേട്ടൻ പറഞ്ഞ് 100% ഞാൻ അംഗീകരിക്കുന്നു. സുരാജ് ചെയ്താൽ അത് ആ പേര് ചേരും. പക്ഷേ എനിക്കത് ആ പേര് ചേരണ്ട, ചേട്ടൻ ആ പേര് ചേരില്ല, അതാണ് എൻ്റെ ആവശ്യം. അപ്പം ഞാൻ അത് ബോറായിരിക്കത്തില്ലേ? ഞാൻ പറയും ഇല്ല ചേട്ടാ, ചേട്ടൻ അത് അതാണ് എനിക്ക്. അപ്പം ചേട്ടൻ കോമഡി, അത് ഞാൻ പറഞ്ഞത് കോമഡി വരത്തില്ലല്ലോടാ, അതിനകത്തൊന്നും ഒരു കോമഡി ഇല്ലല്ലോ. ചേട്ടൻ ഒരു കോമഡിയും ചെയ്യണ്ട, ചേട്ടൻ വളരെ സീരിയസ് ആയിട്ട് ചെയ്താൽ മതി. അപ്പോഴാണ് എനിക്കതിനകത്ത് കാര്യം. ചേട്ടൻ ഒന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞു അപ്പോൾ ഈ പേരത്തിന് നീ അത് മനഃപൂർവ്വം എനിക്ക് ആ പേരിട്ടത് പോലല്ല. അങ്ങനെയല്ല ചേട്ടാ, ചേട്ടൻ ചെറുപ്പത്തിൽ ഒന്ന് ആലോചിക്കുക, ചേട്ടൻ ജനിച്ച സമയത്ത്. അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിലേക്ക് പോയി. അപ്പോൾ എനിക്കിവിടെ നുണക്കുഴിയൊക്കെ ഉണ്ടായിരുന്നതാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്ന് ഞാനൊരു ഈ പറഞ്ഞ പോലെ എല്ലാവരും ജനിക്കുമ്പോൾ നല്ല ഒരു ഇതൊക്കെ കൂടെ പോലെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഇരിക്കുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. അങ്ങനെയല്ല ഈ ഊക്കൻ ആരെയെ പറയുന്നത്, അങ്ങനെയുള്ളൊരു നല്ല ഇതായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കൊച്ചുകുട്ടി ഈ ഊക്കൻ ടിൻഡു. ഈ ഊക്കൻ ടിൻഡുവിനെ സ്കൂളിൽ ചേർക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് അവർ വീട്ടിൽ വിളിക്കുന്ന ടിൻഡു, ആ ഒരു ക്യൂട്ട്നെസ്സൊക്കെ കണ്ട് ടിൻഡുമോനെ എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സ്കൂളിൽ ചേർക്കാനായിട്ട് അമ്മയാണ് കൊണ്ടുപോയത്. അമ്മ എടുത്ത് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന മറ്റേ ക്ലർക്ക് ചോദിച്ചാൽ എന്താ പേര് കൊച്ചിൻ്റെ രജിസ്റ്റർ പേരെടുത്തണ്ടേ? അത് ടിൻഡു, വീട്ടുപേര് ഊക്കൻ, ഊക്കൻ ടിൻഡു. ഓക്കെ, പിന്നെ ആ പേര് അങ്ങനെയാണല്ലോ നമ്മുടെ ഇനിഷ്യൽ വരുന്നത്. പിന്നെ ആ വീട്ടുപേരാണല്ലോ ഇനിഷ്യൽ. അപ്പോൾ ഊക്കൻ ടിൻഡു എന്ന പേരായി, മനസ്സിലായില്ലേ?
അത് വളർന്ന് ഇവൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു ഡിഗ്രി മറ്റത് മറിച്ചൊക്കെ SI ഒക്കെ ആയി ഈ ഷമ്മി തിലകനെ പോലെ ഈ ഒരു അങ്ങനത്തെ ഒരു ഫിഗർ മറ്റേ മൗക്കുരു മറ്റേ ഇതൊക്കെ ഉള്ള ഒരു വസൂരിക്കലയൊക്കെ ഉള്ള ഒരു ഫിഗർ പോലീസായിട്ട് വന്നു. പോലീസായിട്ട് അവന് ഇടയ്ക്ക് സംഗീതം പഠിച്ചു, അതൊക്കെ ഉണ്ട്, അതൊക്കെ ഓർക്കണം. ചെറുപ്പത്തിൽ സംഗീതമൊക്കെ പഠിച്ച് കാണും ഈ പറഞ്ഞതുപോലെ പാട്ടഗാനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് SI ആയി. SIയുടെ ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഊക്കൻ മിൻറ്റു എന്നുള്ള പേരാണല്ലോ അവൻ്റെ ഇതിനകത്ത് രജിസ്റ്ററിൽ കിടക്കുന്നത്. അതിങ്ങനെ മനസ്സിലായപ്പോൾ ശരിയാണല്ലോ, അപ്പോഴാണ് ഞാൻ എൻ്റെ പേരിൻ്റെ ഇങ്ങനെയുള്ള കൗതുകങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ആയിട്ട് ആലോചിക്കണം അതിനകത്ത് സാധ്യതയുണ്ട്. അപ്പം അതെങ്ങനെ ചെയ്യണമെന്നുള്ളതും ഈസിയായിട്ട് എനിക്ക് കിട്ടി. കാര്യം ഞാൻ ഒന്നും ചെയ്യണ്ട, വളരെ സീരിയസ് ആയിട്ട് ഞാൻ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ള പോലീസ് ഓഫീസർ ക്യാരക്ടർ പോലെ വളരെ റഫായിട്ട് തന്നെ ആ ക്യാരക്ടർ അതിനോട് ബിഹേവ് ചെയ്താൽ മാത്രം മതി. അത് ഊക്കൻ ടിൻറ്റു ആകെ ഒന്ന് മാത്രം റിയാക്ട് ചെയ്യുന്നത്, ടിൻറ്റു ഊക്കാന്ന് വിളിക്കുമ്പോൾ ഏത് നേരത്ത് ആ ഒരു ഫീലും മാത്രം, അതാണ് അതിനകത്തെ കോമഡി. അത് ഞാൻ ചെയ്തതല്ല, അതാ ഡയറക്ടർ ബ്രില്യൻസ് ആണ്. എന്നെ കൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ചെയ്യിച്ചിട്ട് അതിനകത്ത് അവൻ ഹ്യൂമർ ഉണ്ടാക്കി, അതാണ് ടാലന്റ്. ഇതുപോലെ തന്നെയല്ലേ ഈ കസ്തൂരിമാൻ കണ്ടിട്ട് ഒരു കുട്ടി പേടിച്ചിട്ട് സ്റ്റേജിന്റെ ഈ വിലായത്ത് ഇന്നലെ പറയുന്നിട്ട് ഒരുപാട് കുട്ടികളൊക്കെ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താണ് ഷമ്മിയ പൂപ്പ ഞാൻ ആ ലാസ്റ്റ് വീഴുന്ന നെഞ്ചു തല്ലിയല്ലേ വീഴുന്നത്, അപ്പൊ അത് വല്ലതും പറ്റിയോ, അപ്പൂപ്പനല്ലേ. ഈ രണ്ട് എക്സ്ട്രീം കണ്ടിട്ടുണ്ടല്ലോ, ഈ രണ്ട് വേർഷനുകൾ. അത് കാണുമ്പോ ഒരു പേഴ്സണലി സാറ്റിസ്ഫാക്ഷനും ഒരു സന്തോഷമുണ്ട്. പിന്നെ സന്തോഷം ഉണ്ടാകാതിരിക്കും, തീർച്ചയായിട്ടും സന്തോഷമാണ്. അത് പ്രത്യേകിച്ച് കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് നിഷ്കളങ്കരല്ലേ, അവർ അങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരത് ഹൃദയത്തിൽ നിന്നാണല്ലോ അത് റിയാക്ട് ചെയ്യുന്നത്, അവർക്കത് ഫീൽ ചെയ്തിട്ടല്ലേ എന്നിട്ട് റിയാക്ട് ചെയ്യുന്നത്. നിങ്ങൾ ആ തിയേറ്ററിൽ ചെന്നപ്പോൾ 2 കുട്ടികൾ ഓടി വന്ന് അവിടെ കൂടെ കയറി വന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ആനന്ദ കണ്ണീര് പൊഴിക്കാവുന്ന നിമിഷങ്ങളാണ്. അത് നമുക്ക് ഇപ്പം നിങ്ങളെപ്പോലെ കുറച്ച് മെച്ചുവേർഡായിട്ടുള്ള ആൾക്കാർ പറയുന്നതിനേക്കാളും ഭയങ്കര ഫീലാണ് നമുക്ക് ഇതിലുണ്ടാകുന്നത്. ഈ അതുപോലെ തന്നെ ഇപ്പോൾ ചേട്ടൻ്റെ എല്ലാ ഇൻ്റർവ്യൂകളൊക്കെ കാണുമ്പോഴും ആളുകൾ കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഈ വോയിസിനെ പറ്റിയിട്ട്. ഇപ്പോൾ മലയാളത്തിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ശക്തമായ വോയിസ് ആക്ടേഴ്സിൽ ഒരാൾ കൂടെയാണല്ലോ ഷമ്മിത്തിൽ. ഇപ്പോൾ ഒരുപാട് വേഷങ്ങൾ നമുക്ക് മുന്നിലേക്ക് ശബ്ദത്തിലൂടെ എത്തിച്ചിട്ടുണ്ട്. അത് പ്രേം നസീർ സാറിൻ്റെ അടക്കമുള്ള വേഷങ്ങൾ. ശരി, വോയിസ് ആക്ടർ ആകുമ്പോഴത്തേക്കും അവിടെ കൊടുക്കുന്ന എഫേർട്ടുകൾക്കും ഇപ്പം അഭിമന്യു ഡബ് ചെയ്യാൻ പോയപ്പോഴും ആദ്യ ദിവസം പോയി ഗൈഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശരിക്കും ആ ഒരു പ്രോസസ്സ് ഒരുപാട് എൻജോയ് ചെയ്യുന്ന ആളാണ് വോയിസ് ആക്ടർ. അല്ല, ഞാൻ അങ്ങനെ ഞാൻ അഭിമന്യുവിനെ ചെയ്യുന്ന മുമ്പ് അതിനു മുമ്പ് ഞാൻ എന്താണ് ജോഷി സാറിൻ്റെ മിക്ക പടങ്ങളിലും ഞാനാണ് ഡബിങ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. വാഴുന്നവർ, ധ്രുവം, അതൊക്കെ ഞാനായിരുന്നു. സാർ അങ്ങനെ ഇരിക്കാറില്ല. നമ്മൾ ഡബ് ചെയ്യിച്ച് വെച്ചിട്ട് ഒരു ദിവസം വന്ന് പുള്ളി കംപ്ലീറ്റ് കേൾക്കും, ഇത് മാറ്റിയത് അത് മാറ്റിയത് അത് മാറ്റിയത് പറഞ്ഞ് പുള്ളി പോവുകയുള്ളൂ. പുള്ളി എല്ലാം കഴിഞ്ഞിട്ടേ ഇന്ന് കാണുകയുള്ളൂ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കസേരയിൽ ഇരുന്ന് ഞാനായിരുന്നു മറ്റു ആർട്ടിസ്റ്റുകളെ കൊണ്ട് എല്ലാം ഞാൻ ഡബ് ചെയ്യിച്ചു. ജനാർദ്ദൻ ചേട്ടനെയൊക്കെ കൊണ്ടൊക്കെ വാഴുന്നവരിൽ ഞാനാണ് ഡബ് ചെയ്യിച്ചിരിക്കുന്നത്. ഞാൻ മോഡുലേഷൻ പറഞ്ഞു കൊടുത്തൊക്കെ ഒരു ഡയറക്ടറുടെ കർമ്മം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കറിയാം അതെങ്ങനെയാണ് അത് നിർവഹിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ശരിക്കും ബോധമുണ്ട്. അപ്പോൾ ആ രീതി എന്താണ് ഞാൻ ഒരു കൈയടക്കം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഈസിയുള്ള ഒരു പ്രോസസ്സാണ്. ഇവർ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ അതിന് ബുദ്ധിമുട്ട്. ഇപ്പോൾ എന്തെങ്കിലും തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഒരു ഗായകരും ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെ. യേശുദാസ് അങ്ങനെ എന്താണ് തൈര് കഴിക്കാതിരിക്കത്തെ, അദ്ദേഹത്തിന് അത് അലർജിയാണ്. അപ്പം അത് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ശബ്ദം ഈ കഫം കെട്ടുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ശബ്ദം ക്ലിയർ ആവില്ല. അപ്പോൾ അന്നേരം ആ പുള്ളിക്ക് ആ ഔട്ട്പുട്ട് അതേപോലെ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ ചില അല്ലാതെ വേറെ ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല. ഞാൻ ഡബിങ്ങിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1-2 ദിവസം പിന്നെ തണുത്ത വെള്ളം കുടിക്കുകയോ, അല്ലെങ്കിൽ തണുത്ത വെള്ളം ഞാൻ കുടിക്കാറില്ല. എനിക്ക് തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അങ്ങനെയുള്ള അതെല്ലാവർക്കും അതെ, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അതെ. ഡബിങ്ങിന് ഈ ശബ്ദം നിങ്ങളൊക്കെ പോലെ ആങ്കറൊക്കെ ഈ ജോലിയൊക്കെ ചെയ്യുന്നവരൊരിക്കലും തണുത്ത വെള്ളം കഴിക്കാതിരിക്കുന്നത് തന്നെയാണല്ലോ. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ശബ്ദത്തിന് പ്രശ്നമുണ്ടാകും. ഈ പ്രോസസ്സ് ശരിക്കും മറ്റൊരാൾക്ക് വേണ്ടി ഡബൊക്കെ ചെയ്യുമ്പോഴേ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് പേഴ്സണൽ ഫേവറേറ്റുകളുണ്ടോ അതിനകത്ത് ഇഷ്ടപ്പെട്ട? അവിടെ എനിക്ക് എൻ്റെ പേഴ്സണൽ ചോയ്സ് ഒന്നുമില്ല. ഞാൻ അവിടെ എൻജോയ് ചെയ്തതെന്ന് പറയുന്നത് ഓൺലി ഞാൻ പറയാമല്ലോ, ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞെടുത്തു എന്ന് ഇത് കണ്ടപ്പോഴത്തേക്ക് ഈ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ വളരെ താല്പര്യത്തോടു കൂടി ചെയ്ത ഒരു പടം പ്രേം നസീറിൻ്റെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. പ്രേം നസീർ ഞാൻ വളരെ എൻജോയ് ചെയ്തതാണ്. കാര്യം അത് ഒരു ചലഞ്ചാണ്. അപ്പോൾ അതിൻ്റെ അതല്ലാതെ ഉള്ള പടങ്ങളെന്ന് പറഞ്ഞാൽ താഴ്വാരം. കഴിഞ്ഞ ദിവസം പോലും അത് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് ഉടക്കി പോയതൊക്കെയാണ്. പക്ഷേ അവരത് തന്നെ ബുദ്ധിപരമായിട്ട് തിയേറ്ററിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തിയിട്ട് സ്ക്രീനിൽ ഈ പടം അങ്ങ് പ്രൊജക്റ്റ് ചെയ്തു. ഈ ലാലേട്ടനും
മറ്റേ ഇങ്ങനെയുമായിട്ടുള്ള ആ ഒരു ഹെവി സീനുണ്ട്, അതങ്ങ് പ്രൊജക്റ്റ് ചെയ്യും. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ കുറച്ച് കഴിഞ്ഞ് പടം നോക്കി കഴിഞ്ഞാൽ കണ്ട് ഞാനങ്ങ് എഴുന്നേറ്റ് ആ രീതിയിൽ. അത്ര ബ്യൂട്ടിഫുൾ പെർഫോമൻസ് അല്ലേ ആ ആക്ടർ ചെയ്തിരിക്കുന്നത്, ബ്യൂട്ടിഫുൾ. അതിനകത്ത് വളരെ ഈസി ആയിട്ട് ചെയ്യാനേ പറ്റി. അയാൾ ചെയ്തതിലുണ്ട് സാധനം. ഈ ഒരുപാട് വർഷം മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അതൊക്കെ ഒരു ബുക്കായിട്ട് വരുമെന്ന് ഞാനിങ്ങനെ എവിടെ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും അങ്ങനത്തെ ഒരു കാര്യമുണ്ടോ? അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ പാടിയ ഒരു കവിത പോലെ ഞാൻ പാടിയില്ല, അതങ്ങനെ ഞാൻ കുറിച്ച് വെക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ കുറച്ചും കൂടെ എളുപ്പമുണ്ടല്ലോ, നമുക്ക് നോട്ട്ബുക്ക് എല്ലാം അങ്ങനെയുള്ള AI ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ചെറിയ നോട്ട്സ് എഴുതി ഇട്ടാൽ മതിയല്ലോ, അവ തന്നെ ക്രിയേറ്റ് ചെയ്തില്ല, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പുതിയ ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, ഒരുപാട് പുതിയ ഡയറക്ടേഴ്സ് ഷംചേട്ടനെ ഭയങ്കര അധികമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന, ഈ അടുത്തൊരു കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പുതിയ ഡയറക്ടേഴ്സ് വരുമ്പോഴത്തേക്കും അവർക്ക് കൊടുക്കുന്ന ഒരു, അല്ലെങ്കിൽ അവരോടായിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ പുതിയ ഡയറക്ടർ എന്ന് ഇപ്പം ജോഷി സാറ് എന്നോട് ഒരു പടത്തിന് സമീപിക്കുന്ന അതേ റെസ്പെക്റ്റോടുകൂടി തന്നെയാണ് ഞാനൊരു പുതിയ ഡയറക്ടറെ ഞാൻ സമീപിക്കുന്നത്. എനിക്ക് ജോഷി സാറും ഇപ്പം നീ എൻ്റെ അടുത്ത് ഒരു പടമായിട്ട് വന്നു കഴിഞ്ഞാൽ നീയും എനിക്ക് ഈക്വലാണ്. ജോഷി സാറിനെ ഞാൻ എത്ര റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, എത്ര രീതിയിൽ ഞാൻ സാർ എന്നല്ലാതെ ഒരു എൻ്റെ അനിയൻ അല്ല എൻ്റെ മോൻ എന്നെ ഡയറക്റ്റ് ചെയ്താലും ആ സ്ഥലത്ത് ഞാൻ അവനെ സാർ എന്നല്ലാതെ ഞാൻ വിളിക്കില്ല. അതെനിക്കപ്പോൾ ജോഷി സാറിനെ ഞാൻ അവിടെ ഞാൻ ജോഷി ഏട്ടാന്നാണ് അല്ലാത്തപ്പോൾ വിളിക്കുന്നത്, ഞാൻ ലൊക്കേഷനിൽ സാറിനെ വിളിക്കുകയുള്ളൂ. അത് ജോഷി സാറാണെങ്കിലും ഇപ്പുറത്ത് ജയനെ ഞാൻ സാറിനെ ഞാൻ വിളിച്ചിട്ടുള്ളൂ, ലൊക്കേഷൻ ചോദിക്കും. ഞാൻ ചോദിക്കാൻ കാരണം ഈ പാൽത്തു ജാൻവറിൽ മൊത്തത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ മുട്ടയടിച്ച് ലുക്കിലാണ് വരുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും, അല്ലെങ്കിൽ അത്ര എനർജിയോടെ നമ്മൾ കണ്ടിട്ടില്ല. പൂർണ്ണമായ ഡയറക്ടേഴ്സ് ആക്ടറാന്ന് പറയുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി ഷംചേട്ടൻ എടുക്കുന്ന പേഴ്സണൽ എഫേർട്ടുകളുണ്ട്? പൂർണ്ണമായിട്ട് അങ്ങനെ അല്ലാതെ ഞാൻ എഫേർട്ട് എടുത്തിട്ട് അങ്ങനെ എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്യാൻ ചെന്നത് എൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം ഒരുപോലെ ഇരിക്കും. അതേസമയം ഇപ്പം നീ എന്നെ ഒരു പടത്തിൽ വിളിച്ചിട്ട് ഒരു പോലീസായിട്ട് വിളിച്ചിട്ട് നിൻ്റെ, അപ്പോൾ ഞാൻ ഓൾറെഡി കുറേ പടങ്ങൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, നേരം എന്ന് പറയുന്നത് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവന് ഈ ഒരു എലമെൻറ്റ് പറഞ്ഞപ്പോൾ അത് അവൻ്റെ കൺസെപ്റ്റിലുള്ളൊരു പോലീസാണ്, അതെനിക്ക് കിട്ടി. അപ്പോൾ ആ രീതി ചെയ്തപ്പോൾ അത് വേറൊരു പോലീസായി. അതിനുശേഷം നീ എൻ്റെ അടുത്ത് ഒരാളായിട്ട് വരുന്നു നേരിക്കട്ടെ, നേരം കഴിഞ്ഞിട്ട്, അപ്പം നിൻ്റെ ഉള്ളിലൊരു പോലീസുണ്ട്, ആ പോലീസിനെ ഞാൻ പഠിച്ചിട്ട് ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്, അത് വേറൊരു പോലീസായിരിക്കും, അത് എൻ്റേതായിരിക്കില്ല. അല്ലാതെ ഞാൻ എൻ്റേതായ രീതിയിൽ അവിടെ ചെയ്താൽ ഇതെല്ലാം ഒരുപോലെ ഇരിക്കും. മനസ്സിലായോ? അതാണ് എൻ്റെ എന്താണ് ഞൊടുക്ക് വിദ്യ എന്ന് പറയാവുന്ന ഒരു കാര്യം. മനസ്സിലായോ ഞാൻ പറഞ്ഞു? നിൻ്റെ ഉള്ളിലുള്ള പോലീസിനെ കാണിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഞങ്ങൾ തമ്മിലുള്ള എന്താണ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നിൻ്റെ കാശും വാങ്ങിച്ചുകൊണ്ട് എൻ്റെ കയ്യിലുള്ള പോലീസിനെ കാണിക്കുക എന്നുള്ളതല്ല നമ്മൾ തമ്മിലുള്ള എഗ്രിമെൻ്റ്. മനസ്സിലായോ? അതാണ് അത് ചെയ്യുക. എൻ്റെ അടുത്ത് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്താണ്? ഭാസ്കരൻ മാഷിനെ, എൻ്റെ മനസ്സിലുള്ള ഭാസ്കരൻ മാഷിനെ ചെയ്തു തരണം. അത് ഈ പറയുന്ന പോലെ അല്പം തിലകൻ വൈബിലാണ് അത് വേണ്ടത്. എന്നാൽ തിലകനാകാനും പാടില്ല. ഷമ്മി തിലകൻ വൈബിൽ ആ ക്യാരക്ടർ ചെയ്തു തരണം എന്നാണ് എൻ്റെ അടുത്ത് എൻ്റെ ഡയറക്ടർ ആവശ്യപ്പെട്ടത്. അതിനോട് നീതി പുലർത്തേണ്ട ഉത്തരവാദിത്തം മാത്രമേ എനിക്കുള്ളൂ. ഇപ്പോൾ അതിനകത്ത് വേറൊരു ഉത്തരവാദിത്തം കിടപ്പുണ്ട്. തിലകന് നാണക്കേടുണ്ടാകാതിരിക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടി മകൻ എന്ന നിലയ്ക്ക് അത് പണ്ടും ഉണ്ടായിരുന്നു. അത് ഞാൻ നോക്കിയിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ പോലും ഞാനത് പാലിച്ചു പോകുന്നുണ്ട്. ഈ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഇന്നലെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മാറ്റി നിർത്തപ്പെട്ട പലരും അല്ലെങ്കിൽ സംഘടനാ തലത്തിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള വ്യക്തി കാരണങ്ങളാൽ മാറ്റി നിർത്തപ്പെട്ടവരുണ്ട്. ശരിക്കും അവരെക്കാളൊക്കെ ഒരുപാട് എക്സൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൻ്റെ അപ്പുറം ചിന്തിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരുപാട് ഡയറക്ടേഴ്സ് ഷമ്മിത്തിൽ എന്ന ആക്ടർ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും അത്തരത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ഓഫറുകളൊക്കെ ശരിക്കും എങ്ങനെയാണ്? ഞാൻ ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് അവർക്കറിയാതെ, ഞാൻ ഈ ഇപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു വിഭാഗം ആൾക്കാർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് നേരത്തെ ഒത്തിരി ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിക്കുന്നതിനപ്പുറം ജാട നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്കൊരു ഈ നേട്ടങ്ങളാണല്ലോ ജാട എന്ന് പറയുന്നത്. ജാട എനിക്ക് ഞാൻ നിങ്ങളെ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഇപ്പം നിന്നെ ഉദ്ദേശിക്കുന്നത് ഞാൻ ജനങ്ങളെ ഉദ്ദേശിക്കുന്നതാണ്. നിങ്ങൾ എനിക്ക് തരുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് നിങ്ങളോട് ജാട കാണിക്കുന്ന കാര്യം? അതാണ് എൻ്റെ ഒരു ആദർശം എന്ന് പറയുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ കഴിഞ്ഞു. ഇപ്പം കിട്ടുന്ന ബോണസ് എന്നുള്ള രീതിയിൽ തന്നെ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ തോൽക്കാൻ പറ്റില്ല, തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഇത്
അങ്ങനെ ഒരു വലിയ പ്രതീക്ഷകൾ വെച്ച് നടക്കുന്ന ആളാണെങ്കിലല്ലേ ആ പ്രശ്നമുള്ളൂ. എനിക്ക് അങ്ങനെ പ്രതീക്ഷകളില്ലപ്പാ, ഇങ്ങനെ പോയാൽ മതി. വേറെ കാര്യങ്ങളാണ് എൻ്റെ താല്പര്യം. ഈ സംവിധായക സംരംഭമൊക്കെ മനസ്സിലുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പോൾ ആരും സഹകരിച്ചില്ലെങ്കിൽ ഞാൻ എന്താണ് പട്ടീനെയും പൂച്ചേനെയും വെച്ച് ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ്, അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിൽ ഇന്നും ആ ഒരു ഷമ്മി തിലകൻ എന്ന നടന് ഒരുപാട് സ്ഥാനമുണ്ട്. അപ്പോൾ തുടർന്നും അത്തരം വേഷങ്ങളിലൂടെ ഞങ്ങൾക്ക് മുന്നിലെത്തട്ടെ. അപ്പോൾ ഒരുപാട് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ മലയാള സിനിമ ബാക്കിയുണ്ടെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിങ്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ചിലപ്പോൾ നീണ്ടുപോയില്ലെന്നുണ്ടെങ്കിലും ഞാൻ തിലകനെ ഞാൻ പുനർജനിപ്പിക്കും. നിങ്ങൾ തിലകൻ്റെ ഷമ്മി തിലകനിലൂടെയല്ല, മരിച്ചുപോയ തിലകനെ ഞാൻ കൊണ്ടുവരും. ഓർത്തോ?